ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണുമല്ലേ. ഞങ്ങളും വിഷുവൊക്കെ ആഘോഷിച്ചു. രാവിലെ കണിയൊക്കെ ഒരുക്കി ഉച്ചയ്ക്ക് വിഷു സദ്യയൊക്കെ ഉണ്ടാക്കി അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ വിഷു നന്നായിട്ട് ആഘോഷിച്ചു. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തെക്കൻ ജില്ലകളിൽ വിഷു അധികം പ്രാധാന്യത്തോടെ ആഘോഷിക്കാറില്ലേ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. വിഷു നന്നായിട്ട് ആഘോഷിക്കും. ഓണത്തിൻ്റെ അത്ര പ്രാധാന്യം ഇല്ലെന്നേ ഉള്ളൂ. എങ്കിലും വിഷു എല്ലാവരും വിഷു കണി ഒരുക്കുകയും ഉച്ചയ്ക്ക് വിഷുവിന് സദ്യ ഉണ്ടാക്കുകയും ബന്ധുക്കളൊക്കെ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയൊക്കെ ചെയ്യും. പിന്നെ പടക്കമൊന്നും പൊട്ടിക്കാറില്ലെന്നേ ഉള്ളൂ. നമ്മൾ ദീപാവലിക്കാണ് പടക്കം പൊട്ടിക്കുന്നത്. ഇവിടെ കൊല്ലം തിരുവനന്തപുരം സൈഡിലൊക്കെ ദീപാവലിക്കാണ് പടക്കം. പക്ഷേ നമ്മൾ ഈ കണ്ണൂർ പാലക്കാട് ആ സൈഡൊക്കെ പടക്കം വിഷുവിന് ധാരാളം പടക്കം പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ സൈഡിൽ പടക്കം പൊട്ടിക്കാറില്ല. ബാക്കി വിഷുവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ പിന്നെ ഓണക്കോടി എടുക്കുന്ന കണക്ക് വിഷുവിന് അങ്ങനെ കോടിയെടുപ്പൊന്നുമില്ല. ചിലരൊക്കെ എടുക്കാറുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു നിർബന്ധമില്ല വിഷുവിന് പുതിയ കോടി എടുക്കുക എന്നുള്ളതില്ല. ഒരു വിളവെടുപ്പ് ഉത്സവം പോലെ നമ്മൾ ആണല്ലോ ഈ വിഷു എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തെക്കൻ സൈഡുകാർ ആഘോഷിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഓണത്തിൻ്റെ അത്ര പ്രാധാന്യം ഇല്ലെന്നേ ഉള്ളൂ. വടക്കോട്ടാണ് വിഷുവിന് കുറച്ചുകൂടി പ്രാധാന്യം, അത് സത്യം. പിന്നെ അങ്ങനെ വിഷു കഴിഞ്ഞു. പിന്നിപ്പോൾ ഈസ്റ്ററാണ്. ഇനിയിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ പെസഹ വ്യാഴം. ഇന്നിപ്പോൾ പെസഹ വ്യാഴം, നാളെ ദുഃഖവെള്ളി, പിന്നെ ശനിയാഴ്ച കഴിഞ്ഞ് ഈസ്റ്റർ. അത് ക്രിസ്ത്യൻസിന് പ്രധാനമെങ്കിലും നമ്മളും അതുപോലെ തന്നെ മതസൗഹാർദ്ദമുള്ളൊരു നാടെന്ന രീതിയിൽ നമ്മളും ഈസ്റ്റർ അതുപോലെ പള്ളിയിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, ഇപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടി വിയിലൊക്കെ എല്ലാ പരിപാടികളും വിഷുവിന് ഉള്ള കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് ഈസ്റ്ററിനെ കുറിച്ചുള്ള പരിപാടികളും അതിൻ്റേതായ പ്രത്യേക പരിപാടികളൊക്കെ അവർ ഇടുമല്ലോ, അതൊക്കെ കാണാം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും കാണുന്നതിലും ഒന്നും താല്പര്യമില്ലല്ലോ. അവർക്കൊക്കെ ഇപ്പം പിന്നെ ഇപ്പോൾ അവധി 3-4 ദിവസം കിട്ടിയതുകൊണ്ട് ഭയങ്കര കളിക്കാനുള്ള കുട്ടികൾക്കൊക്കെ കളിക്കളങ്ങളൊക്കെ സജീവമാവുന്ന സമയമാണല്ലോ. അതുപോലെ പിന്നെ 3-4 ദിവസം അവധി ഉള്ളതുകൊണ്ട് ടൂറ് പോകുന്നവരും ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതും ഒക്കെയാണ് ഇപ്പോൾ താല്പര്യം. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ കിട്ടുന്ന അവസരമാണല്ലോ. എല്ലാവർക്കും ലീവല്ലേ. വ്യാഴം, വെള്ളി, ശനി, ഞായർ അങ്ങനെ 3-4 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാനുള്ള നല്ല ചാൻസാണ്. കുറച്ച് ഏതെങ്കിലും സ്ഥലങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നവർക്ക് അവിടെയൊക്കെ പോവുകയും കാണുകയും ഒക്കെ ചെയ്യും. കറങ്ങാനൊക്കെ പറ്റും. കുട്ടികൾക്ക് ലീവാണ്. അതുപോലെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കൊക്കെ ലീവാണ്. 4 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ശനിയാഴ്ച ചിലപ്പം ഒരു ഓഫീസിലൊക്കെ ജോലിയുള്ളവർക്ക് വർക്കിംഗ് ഡേ ആണെന്ന് തോന്നുന്നു. അതിൽ മിക്കവാറും ആൾക്കാർ ലീവ് എടുത്ത് കറങ്ങത്തേ ഉള്ളൂ. കുട്ടികളൊക്കെ കളിക്കട്ടെ. എന്തിനെ കളിക്കാതെ ഈ സമയത്ത് പഠിക്കുക അല്ലെങ്കിൽ അത് പഠിക്കാൻ കൊണ്ടാക്കുക, ട്യൂഷന് കൊണ്ടാക്കുക, അതൊന്നും ചെയ്യരുത്. ഈ സമയത്ത് കുട്ടികൾ കളിക്കട്ടെ. 2 മാസം അവർക്ക് കിട്ടുന്നത് അവർ കളിച്ച് അത് അങ്ങനെ ഒരു നല്ല കളിക്കാൻ വിടാതിരിക്കുകയേ ചെയ്യൂ. കുട്ടികളെ നന്നായിട്ട് കളിക്കാൻ വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഫുട്ബോള്, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ എന്ത് വേണമെങ്കിലും അവർ കളിക്കട്ടെ. മുറിക്കകത്തുനിന്ന് കുട്ടികളെ പുറത്തിറക്കി കുറച്ച് കളിക്കാനൊക്കെ വിടുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. എപ്പോഴും ഈ മൊബൈൽ ഫോൺ കൈ കൊടുത്ത് കുട്ടികളിരുന്ന് മൊബൈലിൽ കളിച്ചാണ് ഇപ്പോൾ കൂടുതൽ ഈ അക്രമവാസനകളൊക്കെ കൂടി വരുന്നത്. ഇവർ കളിക്കുന്നത് എന്താണെന്ന് രക്ഷകർത്താക്കൾ നോക്കുന്നില്ലല്ലോ. എല്ലാം തോക്ക് വെച്ചുള്ള വെടിവെപ്പോ അല്ലെങ്കിൽ ബൈക്ക് കൊണ്ട് ചെന്ന് വേറെടുത്ത് ഇടിക്കുന്നതോ കാറ് കൊണ്ട് ഇടിക്കുന്നതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. കുട്ടികൾ ഇങ്ങനെ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞ് ശല്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പേരൻസ് മൊബൈലും കൊടുക്കുകയും ചെയ്യും. അവിടെ കണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ കളിച്ച് ഇവരുടെ മൈൻഡിലെല്ലാം ഫുള്ള് ഇങ്ങനത്തെ അക്രമവാസനകളൊക്കെ കൂടി വരും. അതിനേക്കാളും നല്ലത് നമ്മുടെ മൈതാനത്തൊക്കെ പോയി കളിക്കുന്ന കുട്ടികൾക്ക് നല്ല ആരോഗ്യവും കിട്ടും. അവരുടെ മൈൻഡ് ഫ്രഷ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കൂട്ടുകാർ കൂടി ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയൊക്കെ വരും. അതുകൊണ്ട് കളിക്കാൻ വിടണമെന്നാണ് ഞാൻ പറയുന്നത് കുട്ടികളെ. ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഈ 2 മാസം ഒന്ന് നിയന്ത്രിച്ച് വിടുന്നതാണ് നല്ലത്. എന്തിനാ അവരൊക്കെ ഇപ്പം ഉടനെ പിന്നെ അല്ലെങ്കിൽ ട്യൂഷൻ വീട്ടിലെ ശല്യം കഴിയാൻ വേണ്ടിയിട്ട് ട്യൂഷനും ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ സംഗീതം അതേപോലെയുള്ളതൊക്കെ പഠിക്കാൻ വിടുന്നത് കുഴപ്പമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനത്തെ കലാപരമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വിടുന്നത് നല്ലതാണ് ഈ വെക്കേഷൻ ടൈമിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ചാണ് ഇപ്പം ടി വിയിലെല്ലാം കാണാനുള്ളത്. അതെന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ അങ്ങ് ലഹരിയിലെ അടിമകളാണ്. അവർക്ക് അതിനകത്തൊരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുകയാണ്.
ഇപ്പം മുട്ടായി കൊടുത്ത് ലഹരി ഉണ്ടാക്കി പിന്നെ അത് കൂടിയല്ലേ വരത്തുള്ളൂ. പിന്നെ ഈ സിനിമകളുടെ സ്വാധീനമുണ്ട്. സിനിമകളിലൊക്കെ നായകന്മാരൊക്കെ കള്ളു കുടിക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ ടീനേജിലുള്ള കുട്ടികൾക്ക് തോന്നും അവർക്കൊക്കെ കള്ളു കുടിച്ച് അവർ പക്ഷേ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ലയോ എന്ന് എനിക്കറിയത്തില്ല. ബിയറിൽ തുടങ്ങി പിന്നെ വലിയ മദ്യത്തിലോട്ടങ്ങ് മാറും. പിന്നെ രാസലഹരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ കള്ളു കുടിക്കുന്നെന്ന് പറയുന്നതേ നാണക്കേട്. അത് ആരെങ്കിലും കാണുമോയെന്ന് പേടി. കള്ള് ഷാപ്പിലൊക്കെ തലയിൽ മുണ്ടിട്ടുകൊണ്ടൊക്കെ ഒളിച്ചുമൊക്കെ ആയിരുന്നു പണ്ട്. അത് 10, 26, 27, 28 വയസ്സുള്ള പയ്യന്മാരൊക്കെ പോകത്തുള്ളൂ. അതുപോലെ തന്നെ ബീഡി വലിക്കുന്നത് അച്ഛനോ അമ്മാവനോ ഒക്കെ ബീഡി ഒളിപ്പിച്ച് വെച്ചിരുന്ന അതിൻ്റെ ഒരു മുറി ബീഡിയോ ഒക്കെ ഒളിച്ചിരുന്ന് വലിച്ചത് കണ്ടുപിടിച്ചാൽ നല്ല അടിയും കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയുള്ള ഒരു തലമുറ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പേടിയില്ല. ആരുടെ മുമ്പിൽ നിന്ന് കള്ളു കുടിക്കുകയോ ബീഡി വലിക്കുകയോ അവർക്ക്. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ആരും അറിയത്തില്ല, എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും ആരും അറിയത്തില്ല. അതിന് മണവും ഇല്ല ഗുണവും ഇല്ല. പക്ഷേ സ്വഭാവത്തിൽ മാത്രം അതിൻ്റെ ഇത് പ്രതിഫലിപ്പിച്ച് കാണിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ഈ ലഹരി എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ പോലീസുകാരൊക്കെ ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. രക്ഷകർത്താക്കൾക്ക് പ്രത്യേകം ക്ലാസ് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഉപയോഗം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും ഒരു ഇടവഴികളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പയ്യന്മാർ കൂട്ടം കൂടി നിന്ന് ഇത് തന്നെ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വായിൽ വെക്കുന്നത് അതായിട്ടുണ്ട്, പിന്നെ ചുണ്ടിൽ വെക്കുന്നതുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്ന. നമ്മൾ ആർക്കും ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നേരെ വരും, നമ്മുടെ വീട് കല്ലെറിയോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കൊല്ലുമോ എന്നൊക്കെ പേടിച്ചിട്ട് ആരും ഒന്നും പറയാൻ പോകത്തില്ല. പിന്നെ സ്കൂളിനടുത്തുള്ള കടകളിലൊക്കെ ഭയങ്കര ചെക്കിങ്ങും പോലീസുകാരും എക്സൈസുകാരൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ഉണ്ട്. അവിടെങ്ങും ഒരു ലഹരി വെക്കാനും ഒന്നും ഒക്കത്തില്ല. പക്ഷേ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഇഷ്ടം പോലെ അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. വലിയ ആൾക്കാരെക്കാളും എനിക്ക് തോന്നുന്നു കൂടുതലിപ്പോൾ ചെറുപ്പക്കാരാണ് ഇതിൻ്റെ അടിമകളായിട്ട് മാറിയേക്കുന്നത്. അതൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതൽ അങ്ങ് പിള്ളേർ അതിലോട്ടങ്ങ് മാറിയിരിക്കുകയാണ്. ഒരു ബോധവൽക്കരണമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം. ഇനിയിപ്പോൾ അമ്മമാരിറങ്ങി ബോധവൽക്കരണം, അമ്മമാരുടെ രീതിയിലുള്ള ബോധവൽക്കരണം വേണമെന്നൊക്കെയാണ് ഇപ്പോൾ സ്കൂളുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ എന്താ കുട്ടികളെന്ന് വെച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ പെട്ടുപോവുകയാണല്ലോ. പുതിയൊരു തലമുറ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ മാധ്യമങ്ങളൊക്കെ ഇപ്പം നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ അതിന് വേണ്ടിയിട്ട് 10-40 ദിവസം കൊണ്ട് അങ്ങേരുടെ ഒരു പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ റിപ്പോർട്ടർ TV-യിലെ അയാൾ കുറച്ച് നാൾ അതിൻ്റെ ഇതൊക്കെയാണ് നടക്കുന്നുണ്ട്. ഒരുപാട് കേസുകൾ പിടിക്കുന്നുണ്ട്. എന്നും ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു, ഇത്ര കിലോ MDMA പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാതെ ഒരു രക്ഷയില്ല. ഈ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ? അവർക്കൊരു ചെറിയ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസം ജയിലിലിട്ട് പിന്നെയും തുറന്നു വിടും. പിന്നെ അവരിത് തന്നെ കുടിക്കും. കുട്ടികളെ റീ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി നന്നാക്കി എടുത്താലും പിന്നെയും വരുമ്പോൾ അവർക്കിത് കിട്ടുമ്പോൾ അവർ തനിയെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരവർ തനിയെ നിയന്ത്രിക്കുക, അവരവരുടെ മനസ്സിനെ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു ബോധത്തിലെത്തിക്കുക എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കുട്ടികൾക്കൊരു മോചനം കിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതൊക്കെ എങ്ങനെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നു എന്നറിയത്തില്ല. എന്ത് രാസലഹരി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പിന്നെ അവന് പല അസുഖങ്ങളും വന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും പിന്നെ അതിൽ നിന്ന് ഒരു മുക്തി കിട്ടുമെന്ന് വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ കോശങ്ങളെല്ലാം നശിക്കുകയല്ലേ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഒറ്റ പ്രാർത്ഥനയുള്ള ഇനിയുള്ള തലമുറയിലുള്ള കുട്ടികളെ ഇതിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പറയാനാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. തൽക്കാലം ഇത് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പുതിയ തലമുറ വളരെയധികം സൂക്ഷിച്ച് അവരുടെ അമ്മമാരായാലും അച്ഛന്മാരായാലും അവരെ നിയന്ത്രിച്ച് അവരിലൊരു പ്രത്യേക ശ്രദ്ധ ചെലുത്തി വേണം നമ്മൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ തലമുറയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകരും രക്ഷകർത്താക്കളും പോലീസും എക്സൈസും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ ശ്രമങ്ങളും ആത്മാർത്ഥമായ എല്ലാവരും ശ്രമിച്ചെങ്കിൽ മാത്രമേ അതിനൊരു ഗുണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതിനുള്ള പരിശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം.
അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.